സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലാണ് ഏറ്റവും വലുത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ ഒരു കൊട്ടക്കൊത്തളാണ്. ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടാനും ഒരു സ്ഥാനാർത്ഥി പുറത്തുനിന്ന് വന്ന് മത്സരിച്ചിട്ട് ഇത്രയധികം വോട്ട് കിട്ടാനും അത് അസാധ്യമാണ് എന്ന് നിങ്ങൾ എന്തൊക്കെ അങ്ങേർക്ക് പണി കൊടുക്കാൻ നോക്കി. അപ്പോൾ ആളുകൾ ചോദിച്ചാൽ പിന്നെ ഇയാളെ ജയിപ്പിച്ചു വിട്ടേക്കാം. അങ്ങനെയല്ലേ സുരേഷ് ഗോപി ജയിച്ചത്? 50,000 വോട്ട് മൊത്തം ഈ സാധനം ഉണ്ടാക്കിയതാ. എല്ലാ മണ്ഡലത്തിൽ എടുത്ത് നോക്കട്ടെ. അതാണ് ഒരു വീട്ടിൽ എത്ര വോട്ടുണ്ട്, എത്ര വോട്ട് പുതിയ ചേർത്തപ്പെട്ടു, അതിൽ എത്ര ശരിക്കുള്ള വോട്ടുണ്ട്. തോറ്റാ തോൽവി അംഗീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഒരു ഫീൽഡിൽ പോലും ഞങ്ങൾ 2 സ്ഥാനാർത്ഥികൾ ഞങ്ങൾ സ്ഥിരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഞാനും സുനിൽകുമാർ. ഒരിടത്തും സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ല. വന്ന് അടുത്ത കോമഡി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നെ കണ്ടിരുന്നു. എന്നെ സുരേഷ് ഗോപി ജയിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസ് ഉറപ്പിച്ചു പറയുന്നു. ഭയങ്കരം തന്നെ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം സംശയമൊന്നുമില്ലല്ലേ നടന്നിട്ടുണ്ട്. വിജയം നേരത്തെ തന്നെ BJP ഉറപ്പിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട്. പറഞ്ഞില്ലല്ലോ. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ടായ വിള്ളൽ. അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിയും. എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇല്ലെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ താൻ പഠിച്ച പാഠമെന്നും സതീശനെ ലക്ഷ്യമിട്ട് കെ മുരളീധരന്റെ ഒളിയമ്പ്. അതിലെ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്.